ഇന്ത്യൻ നേവിയിലേക്ക് പരീക്ഷയില്ലാതെ ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിരിക്കുകയാണ്. ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. സോ നമ്മുടെ കേരളത്തിലേക്കാണ് ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. കേരളത്തിൽ ഏഴിമല നമ്മുടെ കണ്ണൂരായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നാവൽ അക്കാഡമിയിലാണ്. സോ പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. മെയ് 16, 2026 ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ജൂൺ 2026. ലാസ്റ്റ് ഡേറ്റ് അടുത്തിരിക്കുകയാണ്. അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. SSC എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 1 ജാൻ 2000 അതുപോലെ തന്നെ 1 ജൂലൈ 2007 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് 60% മാർക്ക് ഇംഗ്ലീഷിൽ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒന്നിൽ ഉണ്ടായാൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ 60% മാർക്കോട് കൂടി ഇനി പറയാൻ പോകുന്ന ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് MSc അല്ലെങ്കിൽ BE, BTech, MTech തുടങ്ങിയ ഡിഗ്രികൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. സ്ട്രീമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി, സോഫ്റ്റ്വെയർ സിസ്റ്റം, സൈബർ സെക്യൂരിറ്റി, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലയിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഈ ഫസ്റ്റ് യോഗ്യതൻ്റെ കൂടെ MCA വിത്ത് BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിലുണ്ട് അപ്ലൈ ചെയ്യാം. പ്ലസ് 15 വേക്കൻസിയാണുള്ളത്. മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാം. 16 മുതൽ 1 ജൂൺ വരെയാണ് നമ്മൾ പറഞ്ഞതുപോലെ അപേക്ഷിക്കാനുള്ള സമയം. അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിലൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കയറാം. അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെ ഇത്. ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് 10 വർഷം സർവീസ് ചെയ്യാം. അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട് 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ പെർമനൻറ്റ് കമ്മീഷനിലേക്ക് മാറണമെന്നുണ്ട്, അങ്ങനെ മാറുകയും ചെയ്യാം. ഇവിടുത്തെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, ശരിയാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. നല്ലൊരു അവസരം തന്നെയാണ്. ഹൈ സാലറിയും അതുപോലെ മറ്റുള്ള അലവൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ശ്രദ്ധിച്ചിരിക്കുക. SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. SSB ഇൻ്റർവ്യൂവിൻ്റെ ബേസിലാണ് നിങ്ങളെ സെലക്ഷൻ നടത്തുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത SSB ഇൻ്റർവ്യൂ വിജയിക്കുന്നവർക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ SSB ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് പാസ്സാവുന്നവർക്ക് ഇതിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ സ്ഥിരമായിട്ട് ഇതിൽ ജോലി ചെയ്യാനും സാധിക്കും. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.